ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴായി കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കത്തിൻ്റെ കിഴിയിലേക്ക് പോവാം. നമ്മുടെ കിഴി എപ്പിസോഡിൽ മത്സരം ചില സമയങ്ങളിൽ നമ്മൾ ഒഴിവാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരം ഇഷ്ടമല്ലാത്തവരുമുണ്ട്, അതെ, അല്ലാത്ത രീതിയിൽ കിഴി പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പോൾ അവർക്കും പരിഗണന കൊടുക്കണം. അതുകൊണ്ടാട്ടോ മത്സരം നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അടുത്ത ആഴ്ച മത്സരം ഉള്ളതുണ്ടാവും, മത്സരം ഇല്ലാത്തതും വരും. അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. ഓക്കെ, എല്ലാവർക്കും കാണണ്ടേ? അതെ, എല്ലാവർക്കും ഓരോ രീതിയിൽ ഇഷ്ടമുണ്ടാകുമ്പോഴേ നമ്മളെല്ലാവരും പരിഗണിക്കണ്ടേ. ഫസ്റ്റ് വൺ, അങ്ങനെയാണെങ്കിൽ കിഴി എപ്പിസോഡ് ഇഷ്ടമല്ലാന്നാണ് ഇത് ചെയ്യാണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിഭാഗം ഉണ്ട്. അതൊരിക്കലും നടക്കൂല. കാരണം എന്താ അറിയോ, ഞങ്ങളെയും പരിഗണിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങളെയും പരിഗണിക്കുന്നു. അല്ല, എല്ലാ വിഭാഗക്കാരെയും പരിഗണിക്കുന്നോണ്ട് എല്ലാരും പരിഗണിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെയും പരിഗണിക്കണം. ഞങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്നുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യാതിരിക്കാതിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, രാജാ സാബ്. മാരുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് രാജാ സാബ്. ഡിസംബർ 5 ഡിസംബർ 5 വമ്പൻ ക്ലാഷാണ് വരാൻ പോകുന്നത്. എന്തായാലും കുറച്ച് സ്റ്റിൽസ് പുറത്തു വന്നിട്ടുണ്ട്. ആരുടെയോ ബർത്ത്ഡേ ആഘോഷമാണ്. മാളവിക മോഹനും മാരുതിയൊക്കെ ഉണ്ട്, ആഘോഷിക്കട്ടെ. അതെ, രാജല്ല അല്ലേ? രാജാവിനവിടെ വേറെന്തോ പരിപാടിയിലാ തളച്ചു വെച്ചിരിക്കുന്നു അല്ലേ. വാർ 2 സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അയൻ മുഖർജിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഹൃതിക് റോഷനും ജൂനിയർ NTRഉം ഒരുമിച്ചെത്തുന്ന സിനിമ. ഓഗസ്റ്റ് 14 സിനിമ ബിഗ് ക്ലാഷ് ആയിട്ട് വരുന്നത് കൂലിന്റെ കൂടെ. രണ്ട് സിനിമയും വലിയ ക്ലാഷിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന രണ്ട് സിനിമകളാണ്. ഓക്കെ, അടുത്തത് ഡെമോന്റെ കോളനി 3. എന്താലേ, 1ഉം 2ഉം വമ്പൻ ഹിറ്റ്. അതിന്റെ 3ാം ഭാഗം തുടർച്ച ആവർത്തിക്കാൻ. തീർച്ചയായിട്ടും അത് ആവർത്തിക്കാൻ ചെയ്യും. കാരണം 1ന്റെ മുകളിൽ മേക്കിംഗ് കൊണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് പോകും. മാത്രമല്ല, ഇതുവരെ ചെയ്ത ബഡ്ജറ്റിനേക്കാൾ കുറച്ച് കൂടുതൽ ബഡ്ജറ്റ് ഇട്ടുള്ള ഒരു സിനിമയാണ് 3. എന്തായാലും സിനിമ സംവിധാനം ചെയ്യുന്നത് അജയ് ജ്ഞാനമുത്ത്. നായകനായി വരുന്നത് അരുൾനിധി. പിന്നെ നായികയായിട്ട് വരുന്നത് പ്രിയ ഭവാനി ശങ്കർ. ടീമൊന്നും മാറ്റല്ല. അടുത്തത് STR 52. 49 കടന്ന സാധനം 52 49 തന്നെയാണ് 52 മാറ്റുന്നത്. അതായത് രാജ്കുമാർ ബാലകൃഷ്ണൻ ഡയറക്ട് ചെയ്യുന്ന സിനിമ. അതായത് 49 ഇപ്പോൾ STR വെട്രിമാരനും ചെയ്യുന്ന സിനിമയാക്കി മാറ്റി. അതെ, 49 നിന്നുള്ളത് നേരെ 52 മാറ്റി. STRന്റെ കാര്യത്തിൽ മാത്രം ഈ കണക്കൂട്ടുകൾ മൊത്തം തെറ്റിക്കൊണ്ടിരിക്കും. സത്യം. ഖയാദുലോഹറും സന്താനവും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കേട്ടോ. ഓക്കെ, അതായത് STRന്റെ കൂടെ. ഓക്കെ, അടുത്തത് ബാറ്റിൽ ഓഫ് ഗാൽവാൻ. നമ്മുടെ സൽമാൻ ഖാൻ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്കൊക്കെ ഈ അടുത്ത് വന്നത് കേട്ടോ. ഒരു ന്യൂ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ആൾ കുറച്ചുകൂടി ഫിറ്റായി എന്നുള്ള രീതിയിലാണ് ഇത് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നത്. ആളുടെ ഫിറ്റിനെ കുറിച്ചൊന്നും പറയാതിരിക്കാന്നല്ലോ. ഫിറ്റിന്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ചിരിച്ച് ഞാനൊരു വഴിയായതാ. സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാക്ക് ഇല്ല ആൾക്ക്, ഈ ബോഡി ഇല്ല, അതൊക്കെ VFX ആന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോഴേ അതൊന്നല്ല, ഒറിജിനൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 2 ബട്ടണം കേട്ടിട്ട് അടച്ചു നോക്കും. പിന്നെ വേറൊന്നും അപ്പൊ ഇത് ശക്തമായി അറിയോ. ഇപ്പൊ ഉറപ്പായി ഇത് VFX തന്നെയാണ്. പിന്നെ വേറൊരു സാധനത്തിലുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂ നടക്കാണ്, ഷർട്ട് ഇങ്ങനെ പൊന്തി പോയി. ഡാൻസ്, അതായത് ഷർട്ട് ടീഷർട്ട് അങ്ങ് പൊന്തിപ്പോയി. പോയപ്പോഴല്ലേ വയറ് കണ്ടത്. എങ്ങനെ വയറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ആള് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുന്നതിനാണ്. അത് പുറത്തറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആള് പറഞ്ഞു നടക്കുന്നതും ഫുൾ 6 പാക്ക് ഫുൾ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കുന്ന ആളാണെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം എടുത്തിട്ട് കളിയാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആളുടെ വയറ് ഇപ്പൊ ഇത്തിരി പുറത്ത് ആരെങ്കിൽ മൈൻഡ് ഒന്നും ചെയ്യൂല. നോ പ്രോബ്ലം. എന്താണെങ്കിലും അടുത്തത് SSMB 29. മാധവൻ മഹേഷ് ബാബുവിന്റെ അച്ഛൻ വേഷത്തിലെത്തും കേട്ടോ. വിക്രം ചെയ്യേണ്ടിയിരുന്ന ഒരു റോളായിരുന്നു കേട്ടോ അത്. അതായത് വിക്രം നിരസിച്ച ആ ക്യാരക്ടർ മാധവൻ ചെയ്യുന്നു. നന്നായില്ലേ? മഹേഷ് ബാബുവിന്റെ ഒക്കെ അത് കുറച്ച് കടന്ന കൈയായി പോയില്ലേ. സംഭവം ശരിയാണ്. മഹേഷ് ബാബുവിന്റെ ഒക്കെ അപ്പനായിട്ട് വരും അഭിനയത്തില് വിക്രം. പക്ഷേ അത് ഭയങ്കരമായിട്ട് അത് കുറച്ച് കൂടിയായിട്ട് കേട്ടപ്പോ തന്നെ നന്നായി തോന്നി. അതിന് എത്ര പവർ സീനായാൽ പോലും അതിലൊന്നും നടക്കൂലേ. അതെ. അടുത്തത് കൂലി സിനിമയെ കുറിച്ച് നമ്മുടെ നാഗാർജുന പറഞ്ഞത് ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്.
ആമിർ ഖാൻ്റെ വേഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടെന്ന് പറഞ്ഞു, വേറെ ലെവലിൽ എത്തിച്ചിട്ടുണ്ടെന്ന്. അത് ഞങ്ങൾക്ക് അറിയാം, അത് ഉറപ്പാ, അത് ഗ്യാരണ്ടിയാ. ലോകേഷും ആമിർ ഖാനും ആണല്ലോ, രണ്ടുപേരെ കുറിച്ച് നമുക്കറിയാം. നടന്റെ ഭാഗത്ത് നിന്ന് വരിക എന്ന് പറഞ്ഞത് നമുക്ക് അവിടെ സേഫാ. ഉറപ്പായിട്ടും എന്തായാലും ആമിർ ഖാൻ അത് തന്നിരിക്കും. അടുത്തത് ഇനി സംവിധായകന്റെ ഭാഗത്ത് നിന്ന് വരിക എന്നുള്ളതാണ്. അതും ലോകേഷ് ആയതുകൊണ്ട് അതും ഓക്കെയാണ്. അതാണ് ഓക്കെ. എന്തായാലും നാഗാർജുന പറഞ്ഞിരിക്കുന്നത് താനും ആളുമായിട്ട് സീനില്ല, പക്ഷേ ഞാൻ തലൈവറുടെ വില്ലനായിട്ടാണ് വരുന്നത്. ഇത് രണ്ട് വേറെ ചാപ്റ്ററാണ് പറഞ്ഞത്. അതേതായാലും നന്നായില്ലേ. അടുത്തത് അപ്പം മിക്കവാറും എന്താണ് ഉദ്ദേശിക്കുന്നത്, തലൈവറുടെ എതിരാളി ആയിരിക്കൂല അല്ലേ? അത് നാഗാർജുനയാണെന്നുള്ള കാര്യം നാഗാർജുന പറയുന്നത്. അത് വ്യക്തമായതാണ്. അതെ അതെ. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. യോദ്ധാവാണ് ചോദിച്ചിരിക്കുന്നത്. അത്ര വലിയ യോദ്ധാവാ? ആ യോദ്ധാവിനൊന്ന് കാണണല്ലോ. ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: 2025 റിലീസ് ചെയ്ത ഏറ്റവും ഇഷ്ടപ്പെടാത്ത, ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയ മലയാള സിനിമ ഏത്? മലയാള സിനിമ ലവ്ലി. വേറെ എതിരഭിപ്രായങ്ങളൊന്നും ഇല്ലാതെ 100% വോട്ടിന് ജയിച്ചിരിക്കുന്നു ലവ്ലി. അതായത് വളരെ വൃത്തിയായിട്ടൊരു സിനിമയായിരുന്നു, പക്ഷെ അത് കൂപ്പ് കുത്തിയ ഒരു ലെവലിലേക്ക് എത്തിയത്. അതിലൊരു സംഭവമുണ്ട്. അതായത് ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒരു കാര്യം ജയിലിൽ പോകാനേ, ഇപ്പം നിന്നെ ഇതിനകത്താക്കിയ സ്ത്രീ ഉണ്ടല്ലോ, ആളെ പോയി റേപ്പ് ചെയ്യാൻ ആളതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നൊരു സീനുണ്ട്. പൊള്ളിച്ചിട്ടുണ്ടോ അതൊക്കെ? പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ. അത് ഇത്രയും അധവധിച്ചൊരു സിനിമ കണ്ടിട്ടില്ല തിയേറ്ററിൽ. സത്യമായിട്ടും അത്രയ്ക്ക് മോശമായിട്ടുള്ള സിനിമയായിരുന്നു അത്. 2025 ഒക്കെ എടുത്താലും അത് തന്നെയാണ് ഏറ്റവും മോശം. അതിന്റെ താഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു പടം നമ്മൾ കണ്ടിട്ടുണ്ടെന്ന്. കുറച്ചെങ്കിലും നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നിപ്പോയിരുന്നു. ഇത് അത്ര മോശം. അത് ആ ഈച്ചക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് നിങ്ങൾ. സത്യം. കാരണം ഈശ്വരൻ എന്തെങ്കിലും ആ ചക്ക ചെയ്യുമോ എന്നുള്ളൊരു ക്യാരക്ടർ അങ്ങനെയാണേ. ഓക്കെ. അടുത്തത് സ്പിരിറ്റ് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പ്രഭാസ് നായകനായി വരുന്ന സിനിമ. വില്ലനായി വരുന്നത് ഡോൺലെ. ഇത് കൺഫേം ആയ ന്യൂസ് അല്ല എങ്കിലും ഡോൺലി ആണ് എന്നുള്ളത് ഏതാണ്ടൊക്കെ അറിയാലോ. ഡോൺലി എന്ന് പറയുമ്പോൾ പേടിയാണ്. ഓക്കെ. ഡോൺലി എന്തായാലും ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ കേട്ടു എന്നുള്ളത് അങ്ങനെയൊക്കെ കുറച്ച് റൂമറൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശ്രീകാന്തിനെ ആള് കണ്ടിട്ട് ഒരു സ്റ്റില്ല് ശ്രീകാന്ത് പങ്കുവെച്ചിട്ടുണ്ട്. ആദ്യം തരുണിന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പങ്കുവെച്ചായിരുന്നു. ഓക്കെ. അടുത്തത് പറട്ടെ. പാട്രിയോട്ട് സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ല് കാണിച്ചു കൊടുക്കണം കൂട്ടാ. ഇപ്പോൾ ഷൂട്ട് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവബഹുലമായിട്ടുള്ള ഫൈറ്റ് സീനുകളാണ് വരുന്നത്. എവിടെ വെച്ചാണ്, എന്താണ്, ഇതൊന്നും പറയുന്നില്ല. അതൊന്നും പറയരുത്. ഓക്കെ. എന്തായാലും നടക്കട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ പേടിക്കേണ്ട ഒരു സീനാണ്. പേടിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അധികം അല്ലേ? അതെ, പേടിക്കണം ആ സീന്. പേടിച്ചേ പറ്റുള്ളൂ. അതെ. പുറത്തു വരുമ്പോ നെഞ്ചിരിപ്പോടെ ഇരുന്ന് കാണേണ്ടി വരും. ഓക്കെ. അടുത്തത് ലോക ചാപ്റ്റർ ചന്ദ്ര. അതായത് വേഫർ ഫിലിംസിൻ്റെ യൂണിവേഴ്സിൽ വരുന്ന ആദ്യത്തെ സിനിമയാണ്. നസ്ലനും കല്യാണി പ്രദർശനും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഉടനടി വരും എന്നുള്ളതാണ് ജെയ്ക്സ് ബിജോയ് പങ്കുവച്ചിട്ടുള്ളത് കേട്ടോ. ജെയ്ക്സ് ബിജോയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത്. ഡൊമിനിക് അരുണാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓണം റിലീസായിട്ടോ പ്ലാനിങ് സിനിമ. വമ്പൻ ക്ലാഷ് ആയിരിക്കും അത്. ഹൃദയപൂർവ്വം ഉണ്ടാവും. പിന്നെ ബബ്ബയൊക്കെ പിന്നെ നീട്ടി വെച്ചു, അത് ഉറപ്പാണ്. മാത്രമല്ല ലാലേട്ടൻ്റെ ഭാഗം കൂടി ഉള്ളത് കൊണ്ട് എന്തായാലും ഒരുമിച്ച് ക്ലാഷ് വെക്കൂല. വേറെ എന്തൊക്കെയോ വലിയ സിനിമകളുണ്ടായിരുന്നു, മറന്നുപോയി. ഉണ്ട്, കുറേ സിനിമയുണ്ട്. അടുത്തത് ജനനായകൻ സിനിമയുടെ നെക്സ്റ്റ് അപ്ഡേറ്റ് അതായത് സെപ്റ്റംബർ 5 വരും എന്നാണ് കേൾക്കുന്നത്. എച്ച് വിനോദിന്റെ ബർത്ത്ഡേ ആണെന്ന്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളത് വ്യക്തമല്ല കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ പേര് മറന്നുപോയി. ചോദിച്ചിരിക്കുന്ന ചോദ്യം, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉൾപ്പെടുത്തിയത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലയാളത്തിൽ റിവ്യൂ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റിവ്യൂവർ ആരാണ്? എന്റർടൈൻമെന്റ് സത്യം. ഞങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടം കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരെ ഇഷ്ടം, അതത്ര തന്നെ ഉള്ളൂ. ഈ ചോദ്യം ചോദിച്ച ആള് ചോദിക്കേണ്ടിരുന്നത് രണ്ടാമത് ആരെ ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം കിട്ടിയാണ് ചോദിക്കേണ്ടിരുന്നത്. ആദ്യത്തെ ആളാരെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. പിന്നെ അത് മാത്രല്ല, അതായത് നമ്മള്
വസ്തുത പറയണല്ലോ, സത്യസന്ധമായ കാര്യം പറയണല്ലോ, ഏറ്റവും നന്നായി റിവ്യൂ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. മറ്റുള്ളതൊക്കെ അതായത് പോയിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പിന്നിലാ. 10ൽ 9.5 ഒക്കെയാണ് ഞങ്ങളുടെ റേറ്റിംഗ്. അവരൊക്കെ താഴെ 5ന്റെ താഴെ. അതാണ് എത്ര മുകളിലാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയത്. ഷസാമും കോക്കും ഉണ്ണിയും ഒക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് നമ്മളൊപ്പം എത്താൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 മടങ്ങാണ് ഞങ്ങൾ മുകളിൽ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒപ്പം എത്തുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. എന്നാലും അവർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മുടെ റിവ്യൂ ഒന്നും ഇങ്ങനെ പ്ലേ ചെയ്യുന്നു. അതായത് റെഫറൻസ് എടുക്കുകയാണ്. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇടുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ നിർത്തി എണീറ്റ് പോടേത്. അപ്പൊ എന്തായാലും പോട്ടെ. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. ഇനി സത്യസന്ധമായി പറയാം, മലയാളത്തില് അതായത് അത് നമ്മൾ തന്നെ